നമസ്കാരം. ഇന്ന് കുറച്ച് മുന്നേ ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത ഘട്ടത്തിൽ ഈ ഒരു അനുഭവം അവന്മാർ വെറുതെ ഉണ്ടാക്കി പറയുന്നതാവാം, അതല്ലെങ്കിൽ ഇത്രയും തീവ്രതയുള്ള ഒരു കാര്യമായിരിക്കില്ല. ഇത്രയധികം സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് ആരും ഇടപെടാതിരുന്നത്, ആരും അറിയാതിരുന്നത് എന്നൊക്കെ പലരും കമന്റായും പോസ്റ്റുകളായും ഒക്കെ ഇട്ടിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു ഗുഹയ്ക്കകത്ത്, ആ ഒരു കുഴിക്കകത്ത് അവർ അനുഭവിച്ച സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ച ഇപ്പോൾ മറ്റൊരു രീതിയിൽ കർണാടകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോഴിക്കോടുകാരനായ ലോറി ഡ്രൈവർ അർജുൻ തന്റെ ലോറി ഉൾപ്പെടെ ഒരു മണ്ണിടിച്ചിലിൽപ്പെട്ട് ഗംഗാവാലി നദിയുടെ കരയിൽ ഷിരൂരിൽ അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ GPS കോർഡിനേറ്ററുകൾ പ്രകാരം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എത്ര ആഴത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് നിലവിലെ പ്രശ്നം. ഏതായാലും GPS കോർഡിനേറ്ററിൽ നിന്നും ഒരു 20 മീറ്റർ റേഡിയസിനകത്ത് അദ്ദേഹം ഉണ്ട്. എന്തായാലും അതൊരു വലിയ ലോറിയാണ്. സോ 20 മീറ്ററിനുള്ളിൽ എവിടെ കുഴിച്ചാലും ആ ലോറിയുടെ 20 ചക്രങ്ങളുള്ള വലിയൊരു ട്രക്കാണ്. ആ ട്രക്കിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്നിരിക്കെ ഇടയിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടക സർക്കാർ, കർണാടക പോലീസ്, കർണാടകത്തിലെ സംവിധാനങ്ങൾ വളരെ മെല്ലെ പോക്കാണ് ഈ ഒരു കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം, അർജുന്റെ പേര് നമ്മൾക്കറിയാം. അർജുൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ കുടുങ്ങിപ്പോയി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ പുറത്തെടുക്കാൻ വേണ്ടി അവിടെ സമ്മർദ്ദങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അവിടുത്തെ അധികൃതർ പറയുന്നത് അർജുനോടൊപ്പം മറ്റ് 2 പേർ കൂടി ഉണ്ട് എന്നാണ്. ആ 2 പേരുടെ പേര് പോലും മാധ്യമങ്ങളിൽ കാണുന്നില്ല. തികച്ചും മനുഷ്യജീവന് വിലയില്ലാത്ത ഒരവസ്ഥ. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കേരളം വളരെ മോശമാണ്, കേരളം വിട്ടാലേ അത് മനസ്സിലാവൂ, കേരളത്തോളം മോശപ്പെട്ട ഒരു സ്ഥലമില്ല, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല എന്നൊക്കെ നിരന്തരം ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണാം. സമാനമായ ഒരു സാഹചര്യം കേരളത്തിലാണ് ഉണ്ടായത് എന്ന് കരുതുക. അവിടെ സർക്കാർ സംവിധാനങ്ങൾ നടപടിയെടുക്കാൻ പിന്നോക്കം നിൽക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പിന്നോക്കം നിന്നു എന്നിരിക്കട്ടെ, ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ബഹുജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, ഇവരെല്ലാവരും തന്നെ ശക്തമായി പ്രതിഷേധിക്കുകയും മീഡിയ വളരെ ശക്തമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി രക്ഷാപ്രവർത്തനങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതായത് സർക്കാർ ഇറങ്ങും, ഇനി അഥവാ സർക്കാർ ഇറങ്ങിയില്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. ഇനി സർക്കാർ സംവിധാനങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രാദേശികമായി ലഭ്യമാകുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ, അവസാനത്തെ വ്യക്തിയെയും രക്ഷപ്പെടുത്താൻ, ഇനി അവസാനത്തെ വ്യക്തിയുടെ മൃതദേഹവും കണ്ടെടുക്കാൻ അവിടെയുള്ള ഒരു കൂട്ടായ്മ അതിനായി മുന്നിട്ടിറങ്ങും. അത്തരം കാഴ്ചകളൊന്നും തന്നെ ഇപ്പോൾ കർണാടകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. 100 മണിക്കൂറുകൾക്കിപ്പുറത്തും എന്താണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയാൻ ചെന്ന അദ്ദേഹത്തിന്റെ അനുജനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വാഹനത്തിൽ ചാരിയിരുന്ന് മൊബൈലിൽ റീൽസുകൾ കണ്ടിട്ട് താൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി പറ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ചത്. അവിടെ കന്നഡ ഭാഷയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ സാധിക്കുന്ന ഏക വ്യക്തി ഇവിടെ നിന്ന് പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളായിട്ടുള്ള ടീമിൽ അദ്ദേഹത്തിന്റെ ലോറിയുടെ മുതലാളി, അദ്ദേഹത്തിനാണ് കന്നഡയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം കന്നഡത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അദ്ദേഹത്തെ അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്, പോലീസ് മർദ്ദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിനപ്പുറത്ത്, അതിനി കർണാടകത്തിൽ അങ്കോളയിലാവട്ടെ, തമിഴ്നാട്ടിൽ ഡെവിൾസ് കിച്ചണിലാവട്ടെ, എന്തുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇത് മറ്റൊരു ഭാഷാക്കാരനോടുള്ള ഒരു സമീപനമല്ല, മറിച്ച് കേരളത്തിന് പുറത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ ബോർഡറിനപ്പുറത്ത് എല്ലായിടത്തും തന്നെ നീതി ലഭ്യമാവുക എന്ന കാര്യത്തിന് ഒന്നുകിൽ നിങ്ങൾ VIP ആയിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ജാതിയിൽ മേൽക്കോയ്മയുള്ള ആളായിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളായിരിക്കുക എന്നത് പരമപ്രധാനമാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൈക്കൂലി കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ധനാഢ്യനായിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള ഏക മാർഗം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തേടി രക്ഷാപ്രവർത്തകരെത്തും, നിങ്ങളെ തേടി പോലീസ് എത്തും, നിങ്ങൾക്കുള്ള സഹായം നൽകും. കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു യുവാവ് പാലക്കാടുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നു. സംസ്ഥാന സർക്കാർ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവിടെ കുടുങ്ങിപ്പോയ ആ വ്യക്തിയെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒടുവിൽ സൈന്യത്തെ വിളിക്കുന്നു, അദ്ദേഹത്തെ സുരക്ഷിതനായി താഴെ ഇറക്കുന്നു. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു
പെൺകുട്ടിയെ കാണാതാകുന്നു. 2 ജില്ലകൾ, 4ഓളം ചെക്ക് പോസ്റ്റുകൾ എന്നിവ അടച്ചുകൊണ്ട് ഏതാണ്ട് 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങി പരിശോധന നടത്തുന്ന രീതിയിലേക്ക് പോലീസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു. മീഡിയ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റുകളുള്ളത് കേരള പോലീസിൽ എടുക്കുന്ന കേസുകൾക്കാണ്. ഒരുപക്ഷെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം ആത്മഹത്യകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും ഒക്കെ കേരളത്തിലാവാം. അതിന്റെ കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല എന്നല്ല, മറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാറില്ല. മറ്റൊന്ന്, ഇത്തരം കേസുകൾ അവിടെ പോലീസ് സ്റ്റേഷനുകളിൽ എത്താറ് പോലുമില്ല. എന്തുകൊണ്ടും കേരളം മികച്ചതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. വെറുതെ നമ്പർ 1 കേരളം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നവർ ദയവായി ഒന്ന് അങ്കോളയിലേക്ക് നോക്കുക. എന്തായാലും കർണാടകത്തിലെ സ്നേഹത്തിന്റെ കട തുറന്ന സർക്കാർ അവിടെ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഈ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാണ്. കന്നഡികർക്ക് 100% സംവരണം നൽകാൻ, സ്വകാര്യ മേഖലയിൽ സംവരണം നൽകാനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. കോർപ്പറേറ്റുകൾ തങ്ങളുടെ നിക്ഷേപം പിൻവലിച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയോടെ അത് പൊട്ടിപ്പാളീസായി. അങ്ങനെ അവർക്ക് ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടി കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു വൃദ്ധനായ കർഷകൻ മുണ്ടെടുത്ത് വന്നപ്പോൾ ഒരു മാളിൽ കയറ്റിയില്ല. തുടർന്ന് സംസ്ഥാന സർക്കാരും മന്ത്രിമാരൊക്കെ ഇടപെട്ട് ആ മാൾ 7 ദിവസത്തേക്ക് അടപ്പിച്ചു എന്നൊക്കെ വാർത്തകളുണ്ട്. അതിനിടയിൽ മലയാളികൾ പോയി ജയ് വിളിക്കുന്നതും കണ്ടു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഒരു വ്യക്തി അവിടെ കുടുങ്ങുന്നത്, ഇങ്ങനെ മണ്ണിനടിയിൽ അകപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ മറ്റു 2 പേരുണ്ട്. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അതിൽ എത്ര പേരുണ്ട് എന്നറിയില്ല. അതിൽ കന്നഡക്കാരുണ്ടാവാം, മറ്റു സംസ്ഥാനക്കാരുണ്ടാവാം, മറ്റു സംസ്ഥാനങ്ങളിലെ ലോറി ഡ്രൈവർമാരോ തൊഴിലാളികളോ ഉണ്ടാവാം, നമുക്കറിയില്ല. അവർ ആരാണെന്ന് പോലും അറിയില്ല. കുറെ മനുഷ്യർ മണ്ണിനടിയിൽ ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വളരെ നിസ്സംഗതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മെല്ലെപ്പൊക്ക് നടത്താനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അത് മാത്രം സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് ഓർക്കുക. നമ്മൾ എത്രയോ മെച്ചമാണ്, നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ടവരാണ് എന്ന് അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഒരിക്കലും ഏറ്റവും മെച്ചപ്പെട്ടവരുമല്ല. എന്നാലും നമ്മൾ മെച്ചപ്പെട്ടവരാണ്. ഇവിടുത്തെ മനുഷ്യർ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. രാഷ്ട്രീയം, വിദ്വേഷ രാഷ്ട്രീയം, മതം, വിദ്വേഷ മതം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനായിരിക്കുന്ന ഒരു ഗുണമുണ്ട് മലയാളിക്ക്. അത് കൈവെടിയാതെ പോകട്ടെ. മണ്ണിനടിയിൽ കിടക്കുന്ന അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അദ്ദേഹം കുടുംബത്തിലേക്ക് മടങ്ങട്ടെ, കേരളത്തിലേക്ക് മടങ്ങട്ടെ എന്ന പ്രത്യാശയോടെ നന്ദി, നമസ്കാരം.